ആദ്യത്തെ ഭീഷണി എന്താ? ഒന്ന്, രമേഷ് പിഷാരടി അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കരുത്തനായ UDF-ന്റെ സ്ഥാനാർത്ഥിയാണോ? ബ്രിട്ടണ്ണനാവാൻ കിണഞ്ഞു പണിയിരിക്കുന്ന ആളാണ്. എന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത്രയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണോ? അല്ലല്ലോ. കോൺഗ്രസ് മെഷീനറി ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രവർത്തിക്കാനാവില്ല. കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, DCC പ്രസിഡന്റ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് കോങ്ങാട് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ തുളസി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ 2 ഉണ്ടല്ലോ, അത് വെറും ക്യാപ്സ്യൂളാണ്. അത് നിങ്ങൾ മാത്രം വിഴുങ്ങിയാൽ മതി, ബാക്കിയുള്ളവരെ വിഴുങ്ങാൻ നോക്കാം. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംഘടനാ പ്രവർത്തനമാണ് ആവശ്യം. അവിടെ വലിയ വലിയ നേതാക്കളുടെ ആവശ്യമില്ല. ജില്ലാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ 2 ആളല്ല, അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ ക്യാപ്സ്യൂൾ സ്വന്തമായിട്ട് വിഴുങ്ങുക. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു വലിയ ഒരു കമന്റ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ദുർബലനാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. NMR അവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ രമേഷ് പുളിസോ എന്താ ഐഡിയ അല്ലേ? ഇതാർക്കും മനസ്സിലാവില്ല. അതായത് ഒരു പക്ഷത്ത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ പാലസ്തീനെ കുറിച്ച് പറഞ്ഞാണ് ഇനിയിപ്പോൾ ആളുകൾ ചിന്തിക്കേണ്ടത്. ഈ സൈഡിൽ ന്യൂനപക്ഷ വിരുദ്ധത കാണിക്കണം, മറ്റേ ചങ്ങായി പറയണേ രാഷ്ട്രീയം. അയാളപ്പോൾ ഇസ്രായേൽ പാലസ്തീനെ കുറിച്ചൊന്നും പറയണ്ടേ? അതൊന്നും ഞാൻ പറയണോ? എങ്ങനെയാണ് മൂപ്പര് പറയുന്ന രാഷ്ട്രീയം? തെളിച്ച് പറയുക, നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടും, മറ്റേ ചങ്ങായിക്ക് ഇതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല, ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് കാണിക്കാനുള്ള നിങ്ങളുടെ ഈ ക്യാപ്സൂൾ മോഡലിൽ മെഴുകണ്ട. കാര്യം മനസ്സിലായില്ല. നിങ്ങൾ ആരെ വെള്ളം പെയിന്റ് അടിക്കുക, ആരെയാണ് വെള്ളം പൂച്ച എന്നുള്ളതൊക്കെ ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ പ്രശ്നം? സോണിയാഗാന്ധി പോലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന വിഷയത്തിൽ, അയത്തുള്ള അലി ഖമൈനിയുടെ മരണത്തിൽ ഈ സർക്കാർ ഒരു തരത്തിലും ഇടപെടാതിരുന്നപ്പോ അതിനെതിരെ ലേഖനം എഴുതുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എജാതി അന്തത്തിന് ഇപ്പോഴും ആ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടണം. അതിലേക്കാണ് ഇറാനൊക്കെ കൊണ്ടുവരുന്നത്. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ, പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ, എല്ലാവരും അവരവരുടെ അഭിപ്രായം അങ്ങനെ രേഖപ്പെടുത്തിയാലാണ് ആ പ്രസ്ഥാനത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കണം എന്നുള്ളതല്ലേ അതിന്റെ കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഭായി, നിങ്ങൾ കടഞ്ഞ് പരിശ്രമിക്കുക. നിങ്ങൾ എന്തായാലും ആ പണി ചെയ്യേണ്ടത്. എന്തായാലും ഓരോ പാർട്ടിക്കാർ പോലും ചെയ്യാത്ത നിങ്ങൾ ആ മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് അത്യാവശ്യം നല്ല രസമായിട്ട് പണി, അടുത്ത വണ്ണനാവാനുള്ള എല്ലാവിധ ചാൻസും മേടിച്ചിട്ട് ഞങ്ങൾ ചെയ്യണം. ഇറാനിലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേൽ പാലസ്തീനായിട്ട് യുദ്ധം, നിങ്ങൾ റഷ്യ യുക്രൈനായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് എല്ലാവരും എഴുതട്ടെ. അതേപോലെ തന്നെ നൈജീരിയയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരും എഴുതട്ടെ. എല്ലാ യുദ്ധങ്ങളെ കുറിച്ച് എല്ലാവരും എഴുതട്ടെ. എന്നാൽ മാത്രം നിങ്ങൾ വലിയ 2 യുദ്ധം മാത്രം അല്ലെങ്കിൽ 2 വിഷയം മാത്രം, അത് നൈസായിട്ടില്ലേ? തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പാലസ്തീനിലും ഇസ്രായേലിലും നിങ്ങൾ പ്രതിഷേധം നടത്താൻ പറയും. അത് ബടായി കൊണ്ടൊന്നും കാര്യമില്ല ഭായി. ബടായൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 റാവത്തർ ബിരിയാണി കൊണ്ട് കഴിക്കാം. അതെന്തായാലും കിട്ടും, അത് നിങ്ങൾ കഴിച്ചാളി. അതുകൊണ്ട് കബൂലാക്കുമെന്ന പറ്റിയ 2 ബിരിയാണി, റാവത്തർ ബിരിയാണി ഉസ്സാറുള്ള ബിരിയാണിയാണ്, അതിലൊരു മാറ്റമില്ല. അത് കഴിച്ചാളി നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഈ ഭാഗം കുത്തിത്തിരിപ്പുകളൊക്കെ ഒന്ന് കമ്മിയാക്കി. നിങ്ങൾ പറഞ്ഞ കേട്ടാൽ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ട് പണിയെടുക്കരുത്. എന്തെന്നെ ഭായി, കുറച്ച് നിഷ്പക്ഷ